സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് 3-ാം തീയതിയാണ്. കൃത്യം 9:15 മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം എനിക്കൊരു പൊസിഷൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം ഈ 9:15 ഓപ്പൺ ആകുമ്പോൾ ഒരു വലിയൊരു പിൻബാർ ക്യാൻഡിൽ ഉണ്ടാവുമല്ലോ. ഈ വലിയൊരു പിൻബാർ ക്യാൻഡിലില്ലേ, ഈ ക്യാൻഡിലിലെ ഹൈയും ലോയും ഒരു നല്ലൊരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഈ ഒരു ലോ ഞാൻ ഒരു ചെറിയൊരു ബ്ലൂ ലൈൻ വരച്ചിരിക്കുന്നുണ്ട്, അതായത് 24,759 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു കോൾ ബൈ ചെയ്യാനായിരുന്നു പ്ലാൻ. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്തിരി ബോൾഡ് ആയിട്ടൊരു ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ട് അവിടെ, അതായത് 24,750.55 ആ റേഞ്ച് എന്താ വരച്ചിരിക്കുന്ന റീസൺ എന്താണെങ്കിൽ, ഇത് ഇന്നലത്തെ ഒരു സപ്ലൈ സോൺ ആണ്. ഓക്കെ, ഒരു നല്ലൊരു സപ്ലൈ സോൺ ആണ്. ആ റേഞ്ചിൽ നല്ല സപ്ലൈ സോൺ ആണ്. സോ അവിടെ നിന്ന് മാർക്കറ്റ് നല്ല കയറി പോയിരിക്കുന്നത്. സോ അവിടെ ലിക്വിഡിറ്റി എന്തായാലും ഉണ്ടാവും, ലിക്വിഡിറ്റി പൂൾ ഏരിയ ആയിരിക്കും ഇതിന്റെ ബിലോ. സോ ബട്ട് ഞാനത് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്ലാൻ എന്തായിരുന്നെങ്കിൽ, കൃത്യം ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ 24,750 ആ റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ കോൾ ബൈ ചെയ്യാം. സോ എന്തായാലും നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ അതിനുശേഷം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ടാർഗറ്റോ ലോസോ അടിക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. സോ എൻ്റെ ടാർഗറ്റ് വന്നിട്ട് ഇതായത് 24,801.55 ആ റേഞ്ചോ അല്ല ഇതിന് എബോവ് ആണ്. സോ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ പൊസിഷൻ ക്ലോസ് ചെയ്യില്ല, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് അതിൻ്റെ ഒപ്പം വെക്കാൻ തൊട്ട് ബിലോ വെക്കും. സോ ബട്ട് എനിക്ക് ആ എൻട്രി മിസ്സായി. കാരണം ഞാൻ അത് എൻട്രി എടുത്തില്ല. കാരണം എന്താണെങ്കിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. കാരണം അതിന് തൊട്ട് എബോവ് ഉള്ള കുറച്ച് ക്യാൻഡിൽസ് വന്നിട്ട്, അതായത് ഈ ക്യാൻഡിൽ 9:27 ആ റേഞ്ചിലുള്ള ക്യാൻഡിലൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ്, വോളിയം കൂടുതലായിരുന്നു. സോ ഞാനിവിടെ എത്തിയപ്പോൾ ഈ റേഞ്ചിൽ എത്തിയപ്പോൾ കൺഫ്യൂസ്ഡ് ആയി. സോ ഞാനതുകൊണ്ട് ട്രേഡ് എടുത്തില്ല, ഞാനത് വിട്ടു. ഓക്കെ, ബട്ട് വോളിയം കൂടുതലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നന്നായി താഴോട്ട് പോകുന്നു വിചാരിച്ചു. ബട്ട് താഴേക്ക് പോയില്ല. അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് പോയി. കാരണം ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിലും എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ആവില്ലായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി. പിന്നെ ട്രേഡ് എൻട്രി വന്നെങ്കിലും ഞാൻ പിന്നെ ട്രേഡ് എടുത്തില്ല. കാരണം പിന്നെ നമ്മൾ മൈൻഡ് ഇതായതുകൊണ്ട്, കൺഫ്യൂസ് ആയതുകൊണ്ട് ഒട്ടും എടുത്തില്ല. പിന്നെ എനിക്ക് എൻട്രി ആയിട്ട് നല്ലൊരു എൻട്രി സോണായിട്ട് തോന്നിയ ഒരു ഏരിയ വന്നിട്ട് ഇതാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഇതാണ്. 10:18 ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല ലിക്വിഡിറ്റി സോണാണ്. സോ ആ റേഞ്ചിലേക്ക് വരികയാണെങ്കിലും ഒരു കോള് ബൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ആ റേഞ്ചിലേക്ക് വന്നു. അവിടുന്ന് കോള് ബൈ ചെയ്തിരുന്നെങ്കിലും എനിക്ക് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റ് ആയിരുന്നു. ബട്ട് ആ എൻട്രി ഞാൻ എടുത്തില്ല. കാരണം എടുക്കണ്ടെന്ന് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. സോ യെസ്, ടോട്ടലി 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ട്രേഡ് ഫസ്റ്റത്തേൽ നമുക്ക് മിസ് ആയതുകൊണ്ട് പിന്നെ ട്രേഡൊന്നും ഞാൻ പ്ലാൻ ചെയ്തുമില്ല, എടുത്തുമില്ല. സോ എന്തായാലും 3-ാം തീയതി ട്രേഡൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആൻഡ് യെസ്, അതിനുശേഷം മാർക്കറ്റ് നന്നായി കയറി പോയിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് നന്നായി ബ്രേക്ക് ചെയ്ത് കയറി പോയിട്ടുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ളൊരു ചാൻസ് എന്താണെങ്കിൽ, ഇതിൻ്റെ ഹൈന്ന് ചിലപ്പോൾ ഞാൻ ബൈ ചെയ്യില്ല. കാരണം എന്തായാലും ഈ ഹൈന്ന് ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഈ ഹൈ എത്തുമ്പോൾ കോൾ ബൈ ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും. ബ്ലൈൻഡ്ലി ബൈ ചെയ്യുക, സെല് ചെയ്യുക എന്നുള്ളതല്ല. ഇതൊരു ഏരിയ ആയിട്ട് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ ഹൈ 9:15 ഓപ്പണായ ക്യാൻഡിൽ ഹൈ, ഈ ബ്ലൂ ലൈൻ കണ്ടോ, ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ പുട്ട് ബൈ ചെയ്യാൻ പ്ലാൻ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബട്ട് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ബൈ ചെയ്യില്ല. കാരണം എന്തായാലും നമ്മൾ ക്യാൻഡിൽസും കൂടെ നോക്കും. ഈ ക്യാൻഡിൽസ് കണ്ടറിയാം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. സോ ഈ ക്യാൻഡിലൊന്നും കാണുമ്പോൾ ഒരിക്കലും ബൈ ചെയ്യാൻ നിൽക്കില്ല. കാരണം അറിയാം നന്നായി കയറി പോകുന്നുള്ളതും ആ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. സോ യെസ്, എന്തായാലും ഇനി മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ കൂടുതലും അത് ബുള്ളിഷ് മാർക്കറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ജസ്റ്റ് ഉറപ്പില്ല. എന്തായാലും മാർക്കറ്റ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് നല്ല ബുള്ളിഷ് ആയിരുന്നു. കുറച്ച് ആഴ്ചകളായിട്ട് മാർക്കറ്റ് ഡൗൺ ആണ്. സോ നമുക്കത് നോക്കാം. ഓക്കെ,
യെസ് ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.